അത് മുഴുവനും പറയണമെന്നില്ല. നിങ്ങൾ ആ ആ വിളിക്കുമ്പോൾ നമ്മുടെ ആ ഗ്രൂപ്പിൽ ധാരാളം പേരെ വിളിക്കുമ്പോൾ പരിചയമില്ലാത്ത ആ ആൾക്കാരായിരിക്കും. ആ അപ്പോൾ അവരോട് മുഴുവൻ സ്ഥലവും പേരും അഡ്രസ്സും ഒന്നും പറയേണ്ട ആവശ്യമില്ല. ആ ചുമ്മാ നിങ്ങളിങ്ങനെ ശിവൻ ആലപ്പുഴ എന്ന് മാത്രം പറഞ്ഞാൽ മതി, ശരിയായ പേരൊന്നും ആ പറയണ്ട. ആ കാരണം ഇന്നത്തെ കാലത്ത് പരിചയമില്ലാത്ത ആൾക്കാരെ വിളിച്ച് മുഴുവൻ ഡീറ്റെയിൽസും പറയുന്നത് അത്ര നല്ലതല്ല. ആ പ്രത്യേകിച്ച് ലേഡീസ് ആണെങ്കിൽ അവരുടെ ഒറിജിനൽ പേര് പറയണ്ടെന്ന് ഞാൻ പറയാറുണ്ട്. ആ ആ ഓക്കെ, ഇപ്പം ശിവൻ ശബ്ദം കുറഞ്ഞു പോയിട്ടാ, മൊബൈൽ ഒന്ന് ചേർത്ത് പിടിക്കണേ. ആ ആ ആ, ഓക്കെ. സോ നൗ ഓ ആ നമുക്കിപ്പോൾ കുറേശ്ശെ പറഞ്ഞ് തുടങ്ങാം. നിങ്ങൾ ഒട്ടും ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സത്യത്തിൽ സന്തോഷമാണ്. ഒട്ടും അറിയാത്ത ആളെ എങ്ങനെയെങ്കിലും ഒന്ന് പഠിപ്പിക്കാൻ പറ്റുമെന്നാണ് ഞാൻ നോക്കുന്നത്. ആ ഓക്കെ, ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. അല്ല, ആ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ നിങ്ങൾ ഗ്രൂപ്പിൽ ഞാൻ നിങ്ങളെ ആഡ് ചെയ്യുമ്പോൾ ആ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ വിളിക്കണം. വിളിച്ചിട്ട് അവരോട് സംസാരിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആ ആദ്യമേ നമ്മൾ ഫോണിൽ വിളിച്ചു കഴിയുമ്പോൾ മലയാളത്തിൽ സംസാരിക്കാൻ നമുക്കറിയാമല്ലോ. ഇത് ആരാ വിളിക്കുന്നത്, ഞാനാണ് എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. അതിന് ഇംഗ്ലീഷിൽ പറയാൻ പഠിക്കണം. ആ ഇംഗ്ലീഷിൽ ഹലോ എന്ന് പറഞ്ഞ് നമ്മളൊരു ഫോൺ കോൾ വിളിച്ചു, മറ്റേ ആൾ എടുത്തു കഴിഞ്ഞാൽ അയാളും ഹലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ പേരും സ്ഥലവും അങ്ങോട്ട് പറയുക. ഏ ആ അപ്പോൾ ആ പറയേണ്ടത് ഇങ്ങനെയാണ്: ഹലോ, ഐ ആം ഹലോ ശിവൻ, കോളിംഗ് ഫ്രം ആലപ്പുഴ. അത്ര മാത്രം പറഞ്ഞാൽ മതി. ആ ആ ഞാൻ ഒന്നുകൂടെ പറയാം: ഹലോ, ഐ ആം ശിവൻ, കോളിംഗ് ഫ്രം ആലപ്പുഴ. അതൊന്ന് പറഞ്ഞേ. ഐ ആം ശിവൻ കോളിംഗ് ഫ്രം ആലപ്പുഴ. ഇതിൻ്റെ മുൻപിൽ ഒരു ഹലോയും കൂടി ചേർത്താൽ വളരെ ഭംഗിയായിരിക്കും. ഇങ്ങനെ പറയണം: ഹലോ, ഐ ആം ആ ശിവൻ, കോളിംഗ് ഫ്രം ആലപ്പുഴ. ആ ഹലോ, ഐ ആം ശിവൻ കോളിംഗ് ഫ്രം ആലപ്പുഴ. അത്രേ ഉള്ളൂ. ഇനിയിപ്പം നമ്മൾ മലയാളികളാണ്, നമ്മുടെ മാതൃഭാഷ മലയാളമാണ്. അതുകൊണ്ട് നമ്മൾ പ്ലെയിൻ ആയിട്ടാണ് സംസാരിക്കുന്നത്. കുറച്ച് ആ കഴിഞ്ഞാൽ അത് ഇത്തിരി അതിൻ്റെ ട്യൂണും ടോണൊക്കെ മാറ്റിയിട്ട് സംസാരിക്കേണ്ടി വരും. ആ തുടക്കത്തിൽ അതൊന്നും വേണ്ട, പ്ലെയിൻ ആയിട്ട് പറഞ്ഞാൽ മതി. ഞാൻ ഒന്നുകൂടെ പറയാം: ഹലോ, ഐ ആം ശിവൻ, ഐ ആം കോളിംഗ് ഫ്രം ആലപ്പുഴ. ഇത് പറയുമ്പോൾ ഇതിന് 3 സ്ഥലത്തും 3 ഗ്യാപ്പ് ഇടണം. ഹലോ പറഞ്ഞിട്ടൊരു ഗ്യാപ്പ്, ഐ ആം ആ ശിവൻ ഒരു ഗ്യാപ്പ്, ആ അത് ആ കഴിഞ്ഞിട്ട് ഐ ആം കോളിംഗ് ഫ്രം ആലപ്പുഴ. ആ അപ്പോൾ ഗ്യാപ്പ് ഇട്ട് പറയണം. ഞാൻ ഒരു പ്രാവശ്യം കൂടി കേൾപ്പിച്ചു തരാം: ഹലോ, ഐ ആം ശിവൻ, ആ ഐ ആം ആ കോളിംഗ് ഫ്രം ആലപ്പുഴ. ആ അങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ടൊന്ന് പറയാമോ? ഹലോ, ഐ ആം ശിവൻ, ഐ ആം കോളിംഗ് ഫ്രം ആലപ്പുഴ. ഇത്രയേ ഉള്ളൂ. പുതിയതായിട്ട് ഒരാളെ വിളിച്ച് ഇത്രയും പറഞ്ഞാൽ മതി. അപ്പോൾ അയാൾ ചിലപ്പോൾ ഒന്നും മിണ്ടിയില്ലെങ്കിൽ നമ്മൾ അയാളോട് ചോദിക്കണം: നിങ്ങളുടെ പേരെന്താണെന്നൊന്ന് പറയാമോ? അത് സാധാരണ നമ്മൾ നിങ്ങളുടെ പേരെന്താണ് എന്ന് ചോദിക്കുന്നത് അറിയാമോ? ശിവൻ അറിയാമോ എങ്ങനെ ചോദിക്കുന്നത്? പ്ലീസ് വാട്ട് ഈസ് യുവർ നെയിം? വാട്ട് ഈസ് യുവർ നെയിം എന്നുള്ളത് നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്നതാണ്. ഇപ്പോൾ അതൊക്കെ മാറിപ്പോയി. ഇംഗ്ലീഷ് ഭാഷയിലായാലും എന്തിലായാലും കുറേ മാറ്റങ്ങൾ വരാറുണ്ട്. ആ അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം വേറൊരു രീതിയിലാണ്. അതൊന്ന് പഠിച്ചെടുക്കണം. ആ മേ ഐ നോ യുവർ നെയിം, അങ്ങനെയാണ്. ആ ഞാൻ ഒന്നുകൂടെ പറയാം: മേ ഐ ആ നോ യുവർ നെയിം. പറയാമോ? മേ ഐ നോ യുവർ നെയിം. ആ, ഒരു പ്രാവശ്യം കൂടി പറഞ്ഞാൽ അത്. മേ ഐ നോ യുവർ നെയിം. അപ്പോൾ നമ്മുടെ ജോലി കഴിഞ്ഞു. നമ്മൾ ആദ്യം ഒരാളെ വിളിക്കുമ്പോൾ ഹലോ, ഐ ആം ശിവൻ, ഐ ആം ഫ്രം ആ ആലപ്പുഴ, മേ ഐ ആ നോ യുവർ നെയിം, ഇത്ര മാത്രം നമ്മൾ പറഞ്ഞാൽ മതി. ആ അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഒരുമിച്ചൊന്ന് പറഞ്ഞാൽ കേൾക്കട്ടെ. ഹലോ, ഐ ആം ശിവൻ, ഐ ആം കോളിംഗ് ഫ്രം ആലപ്പുഴ, മേ ഐ നോ യുവർ നെയിം. വെരി ഗുഡ്, വെരി ഗുഡ്. ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. റെക്കോർഡ് ചെയ്തിട്ട് അയച്ചു തരാം. അത് കേട്ടിട്ട് അതേപോലെ വീണ്ടും പറഞ്ഞോളാം. ആ ആ അപ്പോൾ ഈ റെക്കോർഡിൽ അത് വരും. അത് ഞാനിപ്പോൾ ഒരു പ്രാവശ്യം കൂടി പറഞ്ഞേക്കാം. അത് കേൾക്കാനും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഇങ്ങനെയാണ്: ഹലോ, ആ ഐ ആം ശിവൻ, ഐ ആം കോളിംഗ് ഫ്രം ആലപ്പുഴ, മേ ഐ നോ യുവർ നെയിം. ഇപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾ കേൾക്കും. അത് 2-3 പ്രാവശ്യം അത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. ആ ഞാനിപ്പോൾ ഒന്നുകൂടെ പറയാം. അത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ ഒപ്പം പറയാനാണ്. ഹലോ, ഐ ആം ശിവൻ. സോറി, തെറ്റി. ഒന്നുകൂടെ പറയാം: ഹലോ, ഐ ആം ശിവൻ, ഐ ആം ആ കോളിംഗ് ഫ്രം ആലപ്പുഴ, മേ ഐ നോ യുവർ നെയിം. ആ ഇത് ഞാൻ പറയുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ പറയണം. അത് വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ഞാൻ പറയുന്നതിൻ്റെ ഒപ്പം പറഞ്ഞാൽ മതി. ആ ആ മനസ്സിലായോ? അത് 2-3 പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അത് ഉറക്കും. ആ ആ
അപ്പോൾ ഇത് ചോദിച്ചു കഴിയുമ്പോൾ അയാൾ ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ പറയും, അയാളുടെ പേരും സ്ഥലവും ഒക്കെ പറയും. അപ്പോൾ അയാളോട് ചോദിക്കണം, നിങ്ങൾ ശബ്ദം കേട്ടാൽ തന്നെ അറിയാം വിദ്യാർത്ഥിയാണോ ജോലിയുള്ള ആളാണോ എന്ന്, മുതിർന്ന ആളാണോ എന്നൊക്കെ ശബ്ദം കേട്ടാൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ എന്നാലും നേരിട്ട് ചോദിക്കണം, നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കാനായിട്ട് വാട്ട് ഡു യു ഡു എന്ന് ചോദിച്ചാൽ മതി. നിങ്ങൾ എന്ത് ചെയ്യുന്നു ഞാൻ ഒന്നുകൂടെ പറയാതെ ചോദിച്ചോളണം. വാട്ട് ഡു യു ഡു? ഒന്ന് പറഞ്ഞേ, വാട്ട് ഡു യു ഡു? വാട്ട് ഡു യു ഡു? ഒന്നുകൂടെ പറയണം, വാട്ട് ഡു യു ഡു? വാട്ട് ഡു യു ഡു? നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ആണ്. അപ്പോൾ അവരുടെ ജോലി അല്ലെങ്കിൽ അവരുടെ ഓക്യുപ്പേഷൻ എന്താണെന്ന് അവർ പറയും. അപ്പോൾ അയാൾ ജോലിക്കാരനാണെങ്കിൽ ഐ ആം വർക്കിംഗ് ഇൻ എ കമ്പനി, അല്ലെങ്കിൽ അയാൾ ഒരു കൃഷിക്കാരനാണെങ്കിൽ ഐ ആം എ ഫാർമർ എന്നൊക്കെ പറയും. അല്ലെങ്കിൽ അവരൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഐ ആം എ സ്റ്റുഡൻറ്റ് എന്നായിരിക്കും പറയുന്നത്. ഇപ്പം ശിവനോട് വേറൊരാൾ ചോദിക്കണേ വാട്ട് ഡു യു ഡു എന്ന് ചോദിച്ചാൽ ശിവൻ എന്താ പറയേണ്ടത്? എന്ത് പറയും? ഐ ആം എ ഫാർമർ. ഐ ആം എ ഫാർമർ. അതിന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ശിവന് ഇനി മാറ്റേണ്ട ആവശ്യമില്ല. നിങ്ങൾ സ്റ്റുഡൻറ്റും അല്ല, കമ്പനിയിൽ ജോലി എടുക്കുന്ന ആളും അല്ല, ഒരു ഫാർമറാണ്. അപ്പോൾ അതുകൊണ്ട് ആര് ചോദിച്ചാലും, ആര് ഇങ്ങനെ ചോദിക്കും വാട്ട് ഡു യു ഡു എന്ന് ചോദിച്ചാൽ ഐ ആം എ ഫാർമർ എന്ന് ഇനി ധൈര്യമായിട്ട് പറയാം. ഓക്കെ. പിന്നെ നിങ്ങളൊരു ഫാർമറാണ്, അപ്പോൾ മറ്റേ ആൾ പറയുന്നു ഐ ആം വർക്കിംഗ് ഇൻ എ കമ്പനി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ചോദിക്കണം ഇൻ വിച്ച് കമ്പനി ആർ യു വർക്കിംഗ്? നിങ്ങൾ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്? മനസ്സിലായോ? അത് ചോദിക്കേണ്ടത് ഇങ്ങനെയാണ്, ഇൻ വിച്ച് കമ്പനി ആർ യു വർക്കിംഗ്? ഒന്ന് ചോദിക്കാമോ? ഇൻ വിച്ച് കമ്പനി ആർ യു വർക്കിംഗ്? ഇൻ വിച്ച് കമ്പനി ആർ യു വർക്കിംഗ്? ഞാൻ ഒന്നുകൂടെ പറയാം, അത് കേട്ടിട്ട് പറഞ്ഞോളാം. ഇൻ വിച്ച് കമ്പനി ആർ യു വർക്കിംഗ്? ഇൻ വിച്ച് കമ്പനി ആർ യു വർക്കിംഗ്? ഓക്കെ, നിങ്ങൾ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയും. ഇനി അയാളൊരു ഫാർമറാണെന്ന് പറഞ്ഞാൽ, അയാളൊരു ഫാർമറാണെങ്കിൽ നിങ്ങൾ ചോദിക്കണം നിങ്ങൾ ഏതു തരം കൃഷിയാണ് ചെയ്യുന്നതെന്ന് ചോദിക്കണം. വാട്ട് ടൈപ്പ് ഓഫ് ഫാമിംഗ് ആർ യു ഡൂയിങ്? നിങ്ങൾ ഏതു തരം കൃഷിയാണ് ചെയ്യുന്നത്? അത് ഒന്നുകൂടെ ഞാൻ പറയാം, വാട്ട് ടൈപ്പ് ഓഫ് ഫാമിംഗ് ആർ യു ഡൂയിങ്? പിടികിട്ടിയെങ്കിൽ അതൊന്ന് പറഞ്ഞോ. വാട്ട് കൈൻഡ് ഓഫ് ഫാമിംഗ് ആർ യു ഡൂയിങ്? ഞാൻ വാട്ട് ടൈപ്പ് എന്നാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളത് മാറ്റി വാട്ട് കൈൻഡ്. അല്ല, ഞാൻ വാട്ട് ടൈപ്പ് എന്നാണ് പറഞ്ഞത്, നിങ്ങളത് വാട്ട് കൈൻഡ് എന്ന് പറഞ്ഞത്. അത് രണ്ടും ഒന്ന് തന്നെയാണ്, ഇതിൽ ഏത് വേണമെങ്കിലും പറയാം. നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഞാൻ വാട്ട് ടൈപ്പ് എന്ന് പറഞ്ഞു, നിങ്ങൾ വാട്ട് കൈൻഡ് എന്ന് പറഞ്ഞു. അത് നല്ലൊരു ചോദ്യമാണത്. അത് തന്നെ ചോദിച്ചാൽ മതി. വാട്ട് കൈൻഡ് ഓഫ് ഫാമിംഗ് ആർ യു ഡൂയിങ്? നിങ്ങൾ ഏതു തരം കൃഷിയാണ് ചെയ്യുന്നത്? ഞാൻ ഒന്നുകൂടെ പറയാം, അത് കേട്ടിട്ട് പറഞ്ഞോളാം. വാട്ട് കൈൻഡ് ഓഫ് ഫാമിംഗ് ആർ യു ഡൂയിങ്? What kind of farming are you doing? What kind of farming are you doing? Yes. അപ്പോൾ അത് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ കേട്ടിട്ട് പ്രാക്ടീസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 പ്രാവശ്യം പറയാം. വാട്ട് കൈൻഡ് ഓഫ് ഫാമിംഗ് ആർ യു ഡൂയിങ്? ഒന്നുകൂടെ പറയാം, വാട്ട് കൈൻഡ് ഓഫ് ഫാമിംഗ് ആർ യു ഡൂയിങ്? ഇത് വീഡിയോ കേൾക്കുമ്പോൾ എൻ്റെ ഒപ്പം തന്നെ അത് പറയണം. അപ്പോൾ അത് നിങ്ങൾ മറന്നു പോകില്ല. ഒരു 2-3 പ്രാവശ്യം ഈ വീഡിയോ കേട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി, പിന്നീട് മറന്നു പോകില്ല. ഈ ചോദ്യത്തിൻ്റെ മലയാളം അർത്ഥം ഇങ്ങനെയാണ്, നിങ്ങൾ ഏതു തരം കൃഷിയാണ് ചെയ്യുന്നത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല, സംശയമൊന്നുമില്ല. സാറ് പറയുന്നത് ഞാൻ കേട്ടത്. ഓക്കെ. അപ്പോൾ ഇനി നിങ്ങളോട് ചോദിക്കും, ശിവനോട് ചോദിക്കും വാട്ട് കൈൻഡ് ഓഫ് ഫാമിംഗ് ആർ യു ഡൂയിങ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. മലയാളത്തിലൊന്ന് പറയാമോ, നിങ്ങൾ ഏത് തരം കൃഷിയാണ് ചെയ്യുന്നത്? ഞാൻ നെൽകൃഷിയാണ് ചെയ്യുന്നത്. ഐ ആം ഫാമിംഗ് പാഡി കൾട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ മതി. പാഡി കൾട്ടിവേഷൻ. അതെ, ഐ ആം ഡൂയിങ് പാഡി കൾട്ടിവേഷൻ. ഐ ആം ഫാമിംഗ് പാഡി കൾട്ടിവേഷൻ. ഐ ആം ഡൂയിങ് എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഐ ആം ഡൂയിങ് പാഡി കൾട്ടിവേഷൻ. ഞാൻ ഒന്നുകൂടെ പറയട്ടെ,
ഐ ആം ഡൂയിങ് പാഡി കൾട്ടിവേഷൻ. ഐ ആം ഡൂയിങ് പാഡി കൾട്ടിവേഷൻ. ഓക്കെ. ഈ നെൽകൃഷിക്ക് പാടി എന്ന് തന്നെയല്ലേ പറയുന്നത്? ആണെന്നാ ഞങ്ങൾ ഈ പാടി എന്നാ പറയുന്നത്. അതെ അതെ. നമ്മൾ കൃഷി ചെയ്യുന്നത് നെല്ലാണെങ്കിലും കൃഷി ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്നത് അരിയാണ്, റൈസാണ്. അല്ല, ഇത് റൈസ് ഞങ്ങൾ നെല്ലായിട്ട് തന്നെ ഇത് കൊടുക്കുന്നത്. നിങ്ങൾ വിൽക്കുന്നത് നെല്ലായിട്ട് തന്നെ. അപ്പൊ ഈ നെല്ലും അരിയും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. സിവിൽ സപ്ലൈസിൽ നെല്ലും അരിയും തമ്മിൽ വ്യത്യാസമില്ലേ? ഒന്നുണ്ട്. അത് സിവിൽ സപ്ലൈസ് എടുത്തിട്ട് മില്ലുകാർക്ക് കൊടുത്തിട്ട് അവർ അരിയാക്കി സർക്കാരിന് കൊടുത്തിട്ട് റേഷൻ കട വഴി നമുക്ക് വരുന്നതാണ്. അതാണ്. അപ്പോ നെല്ലിനെ പാടി എന്നല്ലേ പറയുന്നത്? നെല്ല് പാടി എന്നാ പറയുന്നത്. ഓക്കെ, കറക്റ്റ് ആണ്. പലർക്കും അറിയില്ല, നെല്ലിനും അരിക്കും ഉള്ള വാക്കുകൾ പലർക്കും അറിയില്ല. ഏതായാലും ശിവൻ അത് അറിയാലോ. നെല്ലിന് പാടിയെന്നും അരിക്ക് റൈസ് എന്നാണ് പറയുന്നത്. അരിക്ക് റൈസ് എന്നാ പറയുന്നത്. അതെ അതെ. ഓക്കെ, നൈസ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഈ ഗ്രൂപ്പിൽ വന്ന് വിളിച്ചിട്ട് ഓരോരുത്തരുടെ എന്ത് ചെയ്യുന്നു അങ്ങനെയൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും വിഷയങ്ങൾ എടുത്തിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങണം. അപ്പോൾ ശിവൻ ഒട്ടും ഇംഗ്ലീഷ് അറിയില്ല എന്ന് എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത്രയും സിമ്പിളായിട്ട് ബേസിക് ആയിട്ട് പറഞ്ഞു തന്നത്. അതെ സാറേ, ഞാൻ സാറിന്റെ ഈ ക്ലാസ് ഒക്കെ ഇങ്ങനെ ഈ വീഡിയോ ഒക്കെ കാണും, അത് കേൾക്കുകയൊക്കെ ചെയ്യും. ഓക്കെ. പിന്നെ ഇതിനകത്ത് ഈ ഫോണിലൊക്കെ ഇങ്ങനെ പലരും ഇടുന്നൊക്കെ നോക്കുകൊണ്ടാണ്. ഓക്കെ, നൈസ്. അപ്പോൾ ഇനിയിപ്പോൾ വേറൊരു ദിവസം വിളിച്ചോ, ഞാൻ കുറച്ചുകൂടെ പറഞ്ഞുതരാം. ശരി സാറേ. അപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്തോട്ടെ? ശരി സാറേ. ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ട് ആൾക്കാരെ വിളിക്കണം. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ സംസാരിച്ച് തുടങ്ങണം. എനിക്കിപ്പോ സമയമുണ്ട്. ഇതിപ്പോ സംസാരിച്ച് തുടങ്ങാൻ വേണ്ടി മാത്രമുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. ഇനി കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ.